ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൂഡിൽസിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. ഇതിൻ്റെ പേര് വന്നിട്ട് നൂഡിൽസ് പിസ്സ എന്നാണ്. പിസ്സയുടെ ഒരു ഷേപ്പിലും സ്ട്രക്ചറിലൊക്കെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. ചീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കനും ടൊമാറ്റോ കെച്ചപ്പൊക്കെ ആഡ് ചെയ്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. എൻ്റെ അടുത്ത് അപ്പോൾ അതൊന്നും ഇല്ലാത്തത് ഞാനതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു നൂഡിൽസാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് ഈ പിസ്സയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നൂഡിൽസ് ആദ്യം നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ഓക്കെ, അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മിക്സി തയ്യാറാക്കാം. അതിനായിട്ട് 3 മുട്ടയാണ് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത് നമ്മൾ. ഓക്കെ, 3 മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മേഗിയുടെ പൗഡറും കുറച്ച് ഉപ്പുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഉപ്പ് വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം. കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്തിട്ട് ഈ ബാറ്ററിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒടിഞ്ഞു പോവാതെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടായ പാനിലേക്ക് ബാറ്റർ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി ബാറ്റർ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കണം. റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കണം. ഓക്കെ, ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ മെൽറ്റ് ചെയ്യാനായിട്ട് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 സൈഡ് ഒന്ന് കുക്കായി വരുന്ന സമയം നമ്മൾ ഇതുപോലെ ഒന്നിത് മറിച്ചിട്ട് കൊടുക്കണം. വേറെ ഒരു തട്ടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ബ്രേക്കായി പോകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ റെസിപ്പി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കഴിച്ചു നോക്കണ്ടേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു മമ്മി. അപ്പോൾ വരും, നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നൂഡിൽസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. അപ്പോൾ ഞാനിത് ഇതിൽ വെച്ചു കൊടുക്കുകയാണ്. അവനക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഇവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യും കൂടി വേണം കേട്ടോ. ഇനി ഒത്തിരി പണിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. ടാറ്റാ, ബൈ.